السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനായി അത്യധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായി വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് വിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കപ്പെട്ട് അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനം ലഭ്യമാകുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെയേറെ ആവേശത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ പുണ്യമാസത്തെ വരവേൽക്കുവാൻ വേണ്ടി, സ്വാഗതം ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് വിശ്വാസികളായ നാം ഏവരും. റമദാൻ വരുന്നു എന്ന ചിന്തയും അതോടനുബന്ധമായ വർത്തമാനങ്ങളും ചർച്ചകളുമെല്ലാം രാജ്യമൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ വർഷവും അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ ചൂടിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. നാം ഏവരും അത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സുദീർഘമായ പകലുകളാണ് വരുന്നത്. അതുകൊണ്ട് ദൈർഘ്യമേറിയ പകലുകളിൽ കഠിനമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണല്ലോ വ്രതാനുഷ്ഠാനം വരുന്നത് എന്നതും ആളുകളുടെ സംസാരങ്ങളിലും ചർച്ചകളിലുമൊക്കെയുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, അതെല്ലാം നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ നമുക്ക് ആഫിയത്ത് തരുന്ന, നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് ജീവിക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് എനിക്കതിന് കഴിയുമാറാകണമേ, എനിക്കതിനുള്ള ആഫിയത്ത്, അതിനുള്ള ആവേശം, സൽക്കർമ്മ നിരതമായ നിലക്ക് ആ മാസത്തെ ധന്യമാക്കുവാൻ, സജീവമാക്കുവാൻ നീ കരുത്തു തരേണമേ എന്ന ആത്മാർത്ഥമായ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനക്കാണ് ഇത്തരം സമയങ്ങളിൽ നാം പ്രത്യേകം സമയം കണ്ടെത്തേണ്ടത് എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ,
നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ റമളാൻ, ആ റമളാനിനെ സംബന്ധിച്ച് കൃത്യമായ അതിന്റെ മഹത്വം അറിഞ്ഞാലാണ് ആ വരുന്ന അതിഥിയുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയുമ്പോഴാണ് ഒന്ന് വന്നു കിട്ടിയെങ്കിൽ, എനിക്കത് നഷ്ടമാകാതിരുന്നെങ്കിൽ എന്ന ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ കൃത്യമായി നിലനിൽക്കുക. നമുക്കറിയില്ലേ സുഹൃത്തുക്കളെ, കഴിഞ്ഞ റമളാനിൽ ഈ പള്ളിയിലായും നമ്മോടൊപ്പമായുമൊക്കെ പ്രവർത്തിച്ചിരുന്ന, അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലും ബന്ധുക്കളിലും പെട്ടിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരുടേതായ ജീവിത കാലഘട്ടം അവസാനിച്ച് അവരുടെ കർമ്മങ്ങളുടെ കൃത്യമായ കണക്കുകളുമായി അവർ പരലോകയാത്ര പോയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ ആരാണ് നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഉണ്ടാവുക എന്നറിയാത്തത്ര ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു ജീവന്റെ കൃത്യമായ ആ നിലക്കുള്ള ഒരു വിഭാഗം ആളുകളാണല്ലോ മനുഷ്യരായ നാമെല്ലാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വരുന്ന റമളാനിൽ ആരോഗ്യത്തോടെ കൃത്യമായി അതിനോട് കൃത്യമായ നിലക്കതിൽ ഇടപെടുവാൻ, ഇബാദത്തുകൾ ചെയ്യുവാൻ തൗഫീഖ് തരണേ എന്ന് നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം നാം ഏവരും ആശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിന്റെ ഇന്നലകളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് കറകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ഭാരങ്ങളുണ്ട്, ഒരുപാട് പാപത്തിന്റെ ഭാരങ്ങളുണ്ട്. അതൊക്കെയൊന്ന് അല്ലാഹുവിങ്കൽ നിന്ന് പുറത്തു കിട്ടണം, അഥവാ മഗ്ഫിറത്ത് നേടണം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടണം. പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നിലക്ക് ശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം. അത് മുഖേന നമുക്കൊക്കെ സ്വർഗത്തിലെത്താൻ കഴിയണം എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥനയും എല്ലാവരുടെയും ആത്മാർത്ഥമായ ആഗ്രഹവും അത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് നാം ഓരോ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതും വന്നു ചേരുന്നതും നാം പങ്കെടുക്കുന്നതുമൊക്കെ. നമുക്ക് പാപമോചനം വേണം, സ്വർഗം വേണം എന്നതിനു വേണ്ടിയാണ്. അല്ലാഹു തആല ആവശ്യപ്പെട്ടല്ലോ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ മുന്നേറുവീൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് മുന്നേറുക, വജന്നത്തിൻ സ്വർഗത്തിലേക്കും മുന്നേറുക. അർളുഹാ, അതിന്റെ വിശാലത കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വിശാലത പോലെയാണ്. വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പാപമോചനം നേടിക്കൊണ്ട് അതിലേക്ക് കുതിച്ചു പായാൻ, അതിലേക്ക് മത്സരിച്ചോടാൻ മുന്നോട്ട് വരൂ എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന് പറ്റിയ സുലഭമായ അനർഘമായ ഒരവസരമാണ് സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമളാൻ. ആ റമളാൻ അല്ലാഹുവിന് പ്രത്യേകമായി നാം നമ്മുടെ മനസ്സുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് മറ്റൊരാൾ അറിയാതെ നിർവഹിക്കാൻ സാധ്യമാകുന്ന ഏറ്റവും നല്ലൊരു ഇബാദത്താണത്. നാം നമസ്കരിക്കുന്നത് ഒരാൾക്ക് കാണാൻ സാധിക്കും, സകാത്ത് കൊടുക്കുന്നത് ഒരാൾക്ക് കാണാൻ ഒരു പക്ഷേ സാധിച്ചേക്കും, ഹജ്ജും ഉംറയും അനുഷ്ഠിക്കുന്നതും അതിനുവേണ്ടി പോകുന്നതും വരുന്നതുമൊക്കെ മാലോകർക്ക് കാണാൻ സാധിച്ചേക്കും. അതേ അവസരത്തിൽ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ പരമപ്രധാനമായ ഈ നോമ്പെന്ന് പറയുന്ന വ്രതാനുഷ്ഠാനമെന്ന് പറയുന്ന മഹൽ കർമ്മം, അതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. ആർക്കും അറിയാൻ കഴിയില്ല. എനിക്ക് നോമ്പുണ്ടോ എന്ന് എനിക്കും എന്റെ റബ്ബിനും മാത്രമേ അറിയൂ. അത് മറ്റൊരാൾക്ക് അറിയാനാവില്ല. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നോമ്പുകാരനായി ചമയാം, നോമ്പുകാരനായി എനിക്ക് അഭിനയിക്കാം, എന്നിട്ട് സ്വകാര്യമായി വാതിലടച്ച് ആരാരും അറിയാതെ എന്റെ ദാഹം തീർക്കാം, എനിക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എനിക്ക് വയറ് നിറയെ ആഹരിച്ചുകൊണ്ട് ഒരു ക്ഷീണം അഭിനയിച്ചുകൊണ്ട് വേണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഞാനും നോമ്പുകാരനാണെന്ന് പറയാം. ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? എന്റെ സ്വകാര്യതകൾ എനിക്കും എന്റെ റബ്ബിനുമല്ലാതെ ആർക്കറിയാൻ സാധിക്കും?
പക്ഷേ ആരും കാണുന്നില്ലെങ്കിലും, ഞാൻ ഒറ്റക്കെന്റെ റൂമിലാണെങ്കിലും നല്ല ദാഹം തോന്നുന്ന അവസരത്തിൽ ഒരു ഗ്ലാസ് തണുത്ത ശുദ്ധജലം എന്റെ വായയിലേക്ക് ഒഴിച്ചാൽ അതാരും അറിയാൻ പോകുന്നില്ല. ഒരു പെറുക്ക് വെള്ളം കുടിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ എന്റെ നാഥൻ, എന്റെ റബ്ബ്, അവന് വേണ്ടിയാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്. അവന് വേണ്ടിയാണിത്. ഇത് അവന്റെ മഗ്ഫിറത്തിനാണ്. ഇത് അവൻ എനിക്കൊരുക്കിയ സ്വർഗത്തിന് വേണ്ടിയാണ്. അവന്റെ കഠിനകഠോരമായ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാനാണ്. ആ കറകളഞ്ഞ നിയ്യത്ത്, ആ കറകളഞ്ഞ ഇഖ്ലാസ് നോമ്പിൽ പ്രകടമാകുന്നത് പോലെ മറ്റൊരാളെ കാണിക്കാതെ, ആരാരും അറിയാതെ ചെയ്യാൻ കഴിയാവുന്ന ഇബാദത്തുകളിൽപ്പെട്ടൊരു ഇബാദത്താണ് ആ മഹനീയമായ ഇബാദത്ത്. അത് മാത്രമാണ് എന്നതിനാൽ ഏത് ഇബാദത്തുകളും നാം നിർവഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി തന്നെയാണ്. ഏത് ഇബാദത്തിനും നമുക്ക് കൂലി തരുന്നവരും അല്ലാഹു തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്നതിനാൽ മഹാനായ റബ്ബുൽ ആലമീൻ പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ലസ്സിയാം. കുല്ലു അമലി ബിനി ആദം, ആദം സന്തതികളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവനുള്ളതാണ്. ഇല്ലസ്സിയാം, വ്രതമൊഴികെ. ഫഇന്നഹു ലീ, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. അല്ലാഹു പറയും, അത് എനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, ഞാനാണതിന് കൂലി കൊടുക്കുന്നത്, ഞാനാണതിന് കൂലി കൊടുക്കുന്നത്. ആ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിനോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹം, അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു അടുപ്പം, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകത അതിനുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയപ്പെട്ടത് എന്ന് മഹാരഥന്മാരായ ഹദീസ് വ്യാഖ്യാതാക്കൾ ഇതിനെ വിശദീകരിച്ചപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചേർത്ത് കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും മഹനീയമായ ഒരു അസുലഭമായ അവസരം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, ആർക്കും വേണ്ടിയല്ലാതെ തനിക്ക് നിർവഹിക്കാവുന്ന മഗ്ഫിറത്തും ജന്നത്തും നേടിയെടുക്കാവുന്ന മഹനീയമായ കർമ്മമാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ചൂട് നമുക്ക് പ്രശ്നമാവില്ല, ദീർഘമേറിയ പകലുകൾ നമുക്കൊരു പ്രശ്നമാവില്ല, ക്ഷീണം നമുക്കൊരു പ്രശ്നമാവില്ല. വരട്ടെ, വേഗം വരട്ടെ. ആ ഇഖ്ലാസും ആ ആവേശവും കെടാതെ എന്റെ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കട്ടെ എന്ന ഒരു പ്രതീക്ഷയായിരിക്കും സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിൽ ഉണ്ടാവുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പനുഷ്ഠിക്കുന്നവന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന്, ഇദാ അഫ്തറ ഫരിഹ, വ്രതം മുറിക്കുന്ന നേരത്ത് അവനൊരു വല്ലാത്ത സന്തോഷമാണ്. ഇത്ര നേരം ഞാനിതൊക്കെ ഒഴിവാക്കി എന്റെ റബ്ബിന് വേണ്ടി. ഇപ്പൊ എന്റെ റബ്ബ് പറയുമ്പോ കൃത്യസമയത്ത് ഞാനത് മുറിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണത്. അതിനേക്കാൾ ഉപരിയായ സന്തോഷം അവന് കിട്ടാൻ പോകുന്നത്, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യവും. വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അവന്റെ നോമ്പ് കാരണത്താൽ അവനേറെ സന്തോഷിക്കുന്ന സുലഭമായ സമയം റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്താണ്. അല്ലാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് അവനെ കണ്ടുമുട്ടുന്ന മഹ്ശറിൽ വെച്ച് നോമ്പിന്റെ രുചിയും ആനന്ദവും അതിന്റെ സന്തോഷവും ഏറെ അനുഭവിക്കും. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫിൽ ജന്നതി ബാബാ, സ്വർഗ്ഗത്തിൽ ഒരു കവാടമുണ്ട്. യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്നാണ് ആ കവാടത്തിന്റെ പേര്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വ്രതമനുഷ്ഠിച്ചവർ മാത്രമാണ് അതിലൂടെ പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹും, അവരല്ലാത്തവർക്ക് അതിലൂടെ പ്രവേശനം ഇല്ല. യുഖാലു, അവിടെ വെച്ച് പറയപ്പെടും, ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, വ്രതമനുഷ്ഠിച്ചവരെവിടെ, നോമ്പെടുത്തവരെവിടെ, അതിനോട് കൂറുപുലർത്തി കൃത്യമായ അച്ചടക്കം പാലിച്ചവരെവിടെ? ഫയഖൂമൂന, വ്രതമനുഷ്ഠിച്ച വിശ്വാസികളൊക്കെ ആ വിളിയാളം കേട്ടുകൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളുന്നതാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്തവരൊന്നും അതിൽ പ്രവേശിക്കുകയില്ല. ഫൈദാ ദഖലു, അവരതിൽ പ്രവേശിച്ച് തീർന്നാൽ ഉഗ്ലിഖ, ആ ഡോർ അടക്കപ്പെടുന്നതാണ്. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, അല്ലാഹു നമ്മെ ഏവരെയും ആ റയ്യാനിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ചൂടുകാലമായാലും ഏത് കാലമായാലും അതിലൊരു രസവും ആനന്ദവും ഒക്കെ തോന്നുന്നത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന ഓഫർ നൽകപ്പെടുന്ന മാസം. മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ഏത് നിലക്ക്?
ആ രണ്ട് ഉപാധി നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം സുഹൃത്തുക്കളെ. മൻ സ്വാമ റമളാന ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ആ പ്രയോഗം നോക്കൂ. മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാനിൽ വ്രതമനുഷ്ഠിച്ചാൽ ഈമാനൻ, വിശ്വാസത്തോടുകൂടി അഥവാ ഏത് കർമ്മവും സ്വീകാര്യയോഗ്യമായി തീരണമെങ്കിൽ അടിത്തറ ഈമാനാണ്. ഈമാനിന് ഭംഗം വന്നവന്റെ പ്രവർത്തനം സ്വീകാര്യമല്ല. ഈമാനിന് മോശം വന്നവന്റെ കർമ്മങ്ങൾക്ക് സ്വീകാര്യതയില്ല. അതുകൊണ്ടല്ലേ മുശ്രിക്കുകളുടെയും കാഫിറുകളും എത്ര ജനങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റാവുന്ന കൊള്ളാവുന്ന നല്ല പ്രവൃത്തികൾ ചെയ്തവരാണെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞത്. അതവനിൽ നിന്ന് സ്വീകരിക്കില്ലെന്ന് പറയാൻ കാരണം ഈമാൻ അടിത്തറയാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എവിടെ പരിശോധിച്ചു നോക്കിയാലും സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതിന്റെ മുന്നോടിയായി ഈമാനാണ് പറയുക. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, അവിടെയൊക്കെ ഈമാൻ ആദ്യം പറയുന്നു. അപ്പൊ ഈമാൻ അടിത്തറയായിട്ടുള്ളവനാണ് നോമ്പെടുക്കേണ്ടത്. അല്ലാത്തവര് കേവലം ആ പ്രഭാതോദയം മുതൽ വൈകുന്നേരം സൂര്യാസ്തമനം വരെ നോമ്പിന്റെ പ്രാഥമികമായ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ടൊരാൾ പട്ടിണി കിടന്നാൽ അത് കേവലം നോമ്പാവുകയില്ല, ഒരു പ്രതിഫലവുമില്ല. ഒരു പട്ടിണി കിടന്നു എന്നേ പറയാൻ പറ്റൂ, ഉപവാസം അനുഷ്ഠിച്ചു എന്നൊക്കെ പറയാ. അതല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനം കിട്ടണമെങ്കിൽ ഈമാനൻ അമ്പിയാക്കളിലൂടെ കൈമാറി വന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിവിടെ ബാക്കിയാക്കി തന്നുപോയ കറകളഞ്ഞ ഈമാൻ അടിത്തറയായ നിലയിൽ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തത് വഹ്തിസാബൻ. എന്താ ഇഹ്തസബ എന്ന് പറഞ്ഞ? പരലോകത്ത് പുണ്യം കിട്ടണം, പരലോകത്തുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട്. ഈ രണ്ട് പ്രത്യേകമായ നിബന്ധനയോടെ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നോമ്പിന്റെ എല്ലാ മര്യാദകളെയും പാലിച്ചുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഓഫർ എന്താണ്? ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കപ്പെടും. മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ ഇന്നലകളിൽ സംഭവിച്ചവ മുഴുവനും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ചെറിയ ചെറിയ ദോഷങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശം. വൻ പാപങ്ങൾക്ക് അതെണ്ണിപ്പറഞ്ഞു പടച്ചവനോട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുക തന്നെ വേണം സുഹൃത്തുക്കളെ. അപ്പോ ഈ ഒരാവേശം ഇത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതുമ്പോ, ഇന്നലകളിൽ സംഭവിച്ചതൊക്കെ എന്റെ നാഥനോട് അതെ എപ്പോഴും നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. എന്നാലും കൂടുതൽ ഓഫർ ചെയ്യപ്പെട്ട കാലം വരികയാണല്ലോ, എനിക്കതിന് തൗഫീക്ക് നൽകണം എന്ന ഉൾവിളി നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാസത്തെ അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിനെ വിശേഷിപ്പിച്ചത്, നബി കരീം വിശേഷിപ്പിച്ചത് അതാക്കും റമളാൻ ശഹ്റുൻ മുബാറക് എന്നാണ്. അനുഗ്രഹങ്ങൾ, ബർക്കത്തുകൾ എന്തുമാവട്ടെ എല്ലാ നിലക്കുള്ള ബർക്കത്തുകളും വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന മാസമാണ്. സ്വർഗകവാടം മലർക്ക തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, ഏത് രൂപത്തിലുള്ള സാത്താന്മാരെയും ചങ്ങലക്കിടപ്പെടുന്ന ഒരു മാസത്തെ ഒരു ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു രാത്രി കൊണ്ട് ധന്യമാക്കപ്പെട്ട വലിയ മാസമാണെന്ന് ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞു. മൻ ഹുരിമ ഖൈറഹാ, അതിന്റെ ഖൈറൊക്കെ ആർക്കെങ്കിലും തടയപ്പെട്ട അവൻ എല്ലാ നിലക്കും തടയപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ആമീൻ 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 എന്ന് പറയാണ്. മിമ്പറിൽ നിന്ന് സഹാബത്ത് ദുആയൊന്നുമില്ല, ആമീൻ മാത്രം കേൾക്കുന്നുണ്ട് സഹാബത്ത്. ഒരു ചോദിച്ചു, പ്രവാചകരെ അങ്ങിങ്ങനെ ആമീൻ 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 എന്ന് പറയുന്നത് കേട്ടല്ലോ, എന്താണ്? 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രം സൂചിപ്പിക്കേണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ മിമ്പറിലായിരിക്കെ എന്റെ അടുത്ത് വന്നു. കണ്ടോ, ആരും കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞു ജിബ്രീലിന്റെ സാന്നിധ്യം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, മൻ അദ്റക ശഹ്റ റമളാൻ, ആർക്കെങ്കിലും പരിശുദ്ധ റമളാൻ എത്തിച്ചു കിട്ടി, റമളാനിൽ ജീവിക്കാൻ സാധിച്ചു, വലം യുഗ്ഫർ ലഹു, എന്നിട്ടും പാപം പൊറുക്കപ്പെടാത്ത ഹതഭാഗ്യവാനായിട്ട് ഫദഖലന്നാർ, നരകത്തിൽ അവൻ പ്രവേശിക്കുന്നുവെങ്കിൽ ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അവനെ എല്ലാത്തിൽ നിന്നും മാറ്റി അകറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറയൂ മുഹമ്മദേ. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആമീൻ.
അപ്പൊ റമദാനിൽ എത്തിച്ചേരാൻ ഭാഗ്യം കിട്ടുക, അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എന്നിട്ട് ആ മാസത്തെ ധന്യമാക്കാൻ അവസരം കിട്ടുക, അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അവർക്ക് പാപമോചനമുണ്ട്, സ്വർഗ്ഗമുണ്ട്. അല്ലാത്തവർ വല്ലാത്ത ദൗർഭാഗ്യവാന്മാരാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ധന്യമാക്കുവാൻ ഏറ്റവും വലിയ ഒരു അവസരം വീണ് കിട്ടുന്നു എന്ന നിലക്ക് വരാൻ പോകുന്ന അതിഥിയെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് അതിനുവേണ്ട ആത്മീയമായ നിലക്ക് നമ്മുടെ മനസ്സുകളെ ശുദ്ധമാക്കി കറകൾ കഴുകിക്കളഞ്ഞുകൊണ്ട് ആ മനസ്ഥിതിയുമായി, ആ ഏറ്റവും വലിയ പ്രതീക്ഷയുമായി കൊണ്ട് നാം കഴിച്ചുകൂട്ടുക. സർവശക്തൻ നമുക്കതിന് തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, റമദാനിൽ അല്ലാത്ത കാലത്തുമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യുക എന്നത്. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ നിലക്കുള്ളൊരു ധർമ്മമല്ല. നാം ജീവിച്ചിരിക്കുമ്പോഴും നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടേതായ അക്കൗണ്ടിലേക്ക് കറന്റായി അഥവാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സദഖ എന്ന് നമ്മൾ പറയുന്ന മഹനീയമായ കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത്. നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു ഭൂമിയുടെ ഒരു തുണ്ടം വാങ്ങി നല്ലൊരു മാർഗത്തിലേക്ക് വഖഫ് ചെയ്യുക, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് വഖഫിന്റെ നിയത്തോടുകൂടി എത്രയോ സെന്റ് ഭൂമികൾ നൽകുക, അതുപോലെ കിണർ കുഴിച്ചു കൊടുക്കുക, അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അമലിൽ നിന്ന്, അവന്റെ നന്മകളിൽ നിന്ന് അവൻ മരിച്ചാലും അവനിലേക്ക് ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എല്ലാം മരിച്ചാൽ മുറിഞ്ഞു പോകും. നിസ്കാരം നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് മരിച്ചാൽ അവസരമല്ല, ഇനി നിസ്കാരത്തിന്റെ കൂലി അങ്ങോട്ട് വരാല്ല. എന്നാൽ മരിച്ചാലും മുറിയാതെങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അമലിൽ നിന്നും ഹസനാത്തിൽ നിന്നും മുഅ്മിനിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബഅദ മൗതിഹി, മരണാനന്തരം. ഇൽമൻ, ഒന്ന് പറഞ്ഞു ഇൽമൻ, അറിവ്. ആ അറിവ് ഒരാൾ പഠിച്ചു, അത് മനസ്സിലാക്കി, അത് പ്രചരിപ്പിച്ചു. അയാളൊരു സമൂഹത്തിന് മനസ്സിലാക്കിയ അറിവ് ആളുകൾക്ക് പകർന്നു കൊടുത്തു. അയാൾ മരിച്ചുപോയി. ആ പകർന്നു കൊടുത്ത ഇൽമനുസരിച്ചുകൊണ്ട് ഒട്ടേറെ ആളുകൾ ജീവിച്ചു, പ്രവർത്തിച്ചു. അത് പറഞ്ഞുകൊടുത്തയാളുടെ അക്കൗണ്ടിലേക്ക് ആ പ്രവർത്തിക്കുന്നവർ ആരൊക്കെ അത് കേട്ട് നന്നായോ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അവർക്കൊന്നും കുറയാതെ അതേ പ്രതിഫലം ഈ പ്രവർത്തിച്ച ഇത് പഠിപ്പിച്ചു കൊടുത്തയാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം പഠിച്ചൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മഹത്വം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തേത് വലദൻ സ്വാലിഹൻ തറക്കഹു, നല്ലവനായ ഒരു കുട്ടിയെ ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് സാധിച്ചാൽ, സാലിഹായ ഒരു സന്താനത്തെ ബാക്കിയാക്കിയിട്ട് നമുക്ക് പോകാൻ സാധിച്ചാൽ, അതെ, ആ മക്കളുടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനവും നമുക്ക് അവർ നല്ല നിലക്ക് വളർത്തിയുണ്ടാക്കിയെങ്കിൽ നമ്മുടെ പ്രോത്സാഹനവും നമ്മുടെ പ്രേരണയും മുഖേന അവരിൽ നിന്നുണ്ടായ ഏത് കർമ്മങ്ങളും അതെ നമുക്കും അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ ഒരാൾ ഒരു പള്ളിയെടുത്തു, അതേ ഖിയാമത്ത് നാൾ വരെ ആ മണ്ണിൽ നടക്കുന്ന സുജൂദ് കർമ്മങ്ങൾ എല്ലാം. ഔ ബൈതൻ ലിബ്നി സബീൽ ബനാഹു, അല്ലെങ്കിൽ വഴിയാത്രക്കാരന് വിശ്രമിക്കാൻ ഒരു സത്രം അല്ല ഒരു കയറിയിരിക്കാൻ ഒരു ഇടമുണ്ടാക്കി കൊടുത്തു. ഔ നഹറൻ കറാഹു, അല്ലെങ്കിൽ ഒരു നദി, അല്ലെങ്കിൽ ഒരു കിണർ, എന്തുമാവട്ടെ ജലസേചന സൗകര്യാർത്ഥം ആളുകൾക്ക് ജലോപയോഗത്തിന് വേണ്ടി കുഴിച്ചുണ്ടാക്കി കൊടുത്തു. ഔ സദഖത്തൻ നഖറതഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി, നല്ല ആരോഗ്യവും തന്റെ ജീവിതകാലത്ത് നല്ല ആരോഗ്യവും ഒക്കെ ഉള്ള കാലത്ത് അങ്ങനെ അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുത്തിട്ടുള്ള ധർമ്മങ്ങൾ തൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണാനന്തരവും അവനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സജീവമായ ശ്രദ്ധയുണ്ടാകണം സുഹൃത്തുക്കളെ, സജീവമായ ശ്രദ്ധയുണ്ടാകണം. നാം കൊടുക്കുന്ന ധർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന വാരിക്കൂട്ടുന്ന സൗകര്യങ്ങളൊക്കെ
ഒരു കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ നുരുമ്പി നശിച്ചു പോകും. എന്തും എത്ര വില കൂടിയതും എന്തും നശിച്ചു പോകും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു പള്ളി, അതല്ലെങ്കിൽ ഒരു ദീനീ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു വലിയൊരു സംരംഭം, അതിന് ഇത്ര സെന്റ് ഭൂമി, അല്ലെങ്കിൽ ഇത്ര സെന്റ് കാര്യങ്ങൾ, അതിനുവേണ്ട സഹായങ്ങൾ വഖഫ് എന്ന നിലക്ക് ആ രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ നാം ചെയ്തു കൂട്ടിയാൽ, പ്രിയമുള്ളവരെ, മരണാനന്തരവും ഖിയാമത്ത് നാൾ വരെ ആ മൺതരിയ ഭൂമി അതെന്നും അവശേഷിക്കുമല്ലോ. അതിലൂടെ നമ്മുടെ സമ്പാദ്യത്തിന് 10 മടങ്ങായി ഇങ്ങനെ അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനായാൽ കൂടുതൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉദാരത കാണിക്കുന്നയാളായിരുന്നു. ഫല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അടിച്ചു വീശപ്പെടുന്ന കാറ്റിനേക്കാൾ അവിടുന്ന് ഉദാരത കാണിക്കാറുണ്ടായിരുന്നു എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പദ്ധതികൾ ആവിഷ്കരിക്കുക, നന്മയുടെ കാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ മുന്നേറുവാനുള്ള അവസരമായി നാം കാണണം. നല്ല നല്ല കാര്യങ്ങളിൽ കൂടുതൽ ആവേശപൂർവ്വം മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സ് തരാൻ അല്ലാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം ശൈത്താൻ നന്മയുടെ മാർഗങ്ങളിൽ വഴിമുടക്കിയായി നിൽക്കും, അതിൽ നിന്ന് പിന്തിരിപ്പിക്കും, തിന്മയിലേക്ക് നമ്മെ നയിച്ച് ആവേശം കൂട്ടിക്കൊണ്ടിരിക്കും. അതിൽ പെടാതെ അല്ലാഹുവിനോട് നിരന്തരമായി അവന്റേതായ ശർറുകളിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് ഇബാദത്തുകളാൽ ധന്യമാക്കുവാൻ നാം അവസരങ്ങൾ ഒന്നും പാഴാക്കാതെ ഉപയോഗപ്പെടുത്തണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഉണർത്തുകയാണ്. സർവശക്തനായ നാഥൻ ആവേശപൂർവം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന മഹാസൗഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും നമ്മുടെ സംരംഭങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടങ്ങൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മാസം പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി സജീവമാക്കി ഇബാദത്തുകളാൽ ധന്യമാക്കി പാപമോചനവും സ്വർഗ്ഗവും ലഭ്യമാകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.